എന്നെ കൂട്ടാനായിട്ട് അപ്പോൾ ഇന്ന് അനുചേട്ടൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനുചേട്ടനെ കണ്ടപാടെ ഞാനപ്പോൾ ഓർത്ത് ഒരു ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം ഇട്ടിരിക്കണം. അപ്പോൾ അനുചേട്ടനെ കൂട്ടിയിട്ട് ലഞ്ച് ബോക്സ് വാങ്ങിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മണപ്പാടൻസിലാണ് വന്നത്. അപ്പോൾ മണപ്പാടൻസിൽ വന്നിട്ട് ഇഷ്ടംപോലെ ഉണ്ടിട്ട സാധനങ്ങളൊക്കെ കൊടുങ്ങല്ലൂരുള്ളവർക്ക് അറിയാം. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മണപ്പാടൻസ്. അപ്പോൾ അവിടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നേക്കുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചിടുന്ന ലഞ്ച് ബോക്സ് ഇവിടെ ഉണ്ടിട്ടത്. ഈ ഒരു സംഭവത്തിനാണ് ഞാൻ വേണ്ടി അന്വേഷിച്ച് വന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് 1050 രൂപയുണ്ട്. അത് ഓൺലൈൻ കിടക്കുന്നത് 470 രൂപ. അപ്പോൾ അതല്ലേ ലാഭം. അങ്ങനെ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗോൾഡൻ കളറിലുള്ള പാത്രം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രം എടുക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടി ഇരിക്കുന്ന കാരണം ഈ പാത്രം എങ്ങനെ ആരെങ്കിലും കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു നഷ്ടം വരുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വേറെ പാത്രത്തിലോട്ട് പിടിച്ച് അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇത് മതിയാന്ന്, ഇതിനകത്ത് തിന്നാൽ എൻ്റെ വിശപ്പ് മാറുമെന്ന് തോന്നുന്നുണ്ട്. ഉണ്ണിപ്പാത്രം എന്നിട്ട് ഇത് മതിയില്ലേന്നോട് പ്രതീക്ഷിച്ച വലിപ്പത്തിലുള്ള പാത്രം അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വന്നത് പ്രകൃതി ഹോം അപ്ലയൻസിലാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ട്. നമ്മുടെ മണപ്പാടൻസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു വലിയൊരു ഷോറൂം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരുള്ളത് പ്രകൃതിയാണ്. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കൈകളെല്ലാവരും പോണത് അങ്ങോട്ടാണ് കേട്ടോ. നമ്മളപ്പോൾ പ്രതീക്ഷിച്ച് വന്ന സംഭവം ഇവിടെ നോക്കിയിട്ടൊക്കെ ഒന്നും കാണാനില്ല. എന്തായാലും ഫസ്റ്റ് ടൈം വന്നതല്ലേ എന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പാത്രം കണ്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ജോലിക്കല്ലേ പോണത്. അപ്പോൾ എന്നോട് ചോദിക്കണേ തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് നീ ഓഫീസിൽ പോണത്, എന്താണ് നിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുള്ളത്.